ഞാൻ എന്റെ ചെറിയമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. നീ നിന്റെ ചെറിയമ്മേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു? അപ്പോ ഞങ്ങൾക്കാർക്കും യാമിനോടൊരു ബന്ധവും ഇല്ലേ? അമ്മ കേട്ടോ ഇവള് പറയുന്നേ? ഈ നിൽക്കുന്ന ശേഖരനും യാമിനിയും തമ്മില് ബന്ധമില്ലെന്നല്ലേ ഇവളീ പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ ചെറിയച്ഛനെ ഒന്നും പറഞ്ഞില്ല. അമ്മായി ചെറിയച്ഛനെ സ്വാധീനിക്കാനൊന്നും നോക്കണ്ട. അതൊന്നും ചെറിയച്ഛന്റെ മുൻപിൽ ചെലവാവില്ല. യാമിനിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടെന്നാ എന്റെ അഭിപ്രായം. അതെന്താ? കൊണ്ടുപോയാലെന്താ? മാനസിക പ്രശ്നമായി യാമിനിക്ക്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ആളുകൾ വിധി എഴുതും ഭ്രാന്താണെന്ന്. ഭ്രാന്താണെന്നൊക്കെ പറഞ്ഞാ അത് അപ്പുനെ ബാധിക്കില്ലേ? അത് ശരിയല്ലേ മോളെ? ശരിയാ. എന്നാ മോള് മാഡം പറയുന്നത് പോലെ കേക്ക്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട. നിങ്ങൾക്കാർക്കും കാര്യങ്ങൾ അറിയില്ല. ചെറിയമ്മയുടെ രോഗം ഒരു ചെറിയ കാര്യമാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ എനിക്ക് പറ്റില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ. മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലേ സമൂഹം യാമിനിയെ ഭ്രാന്തി എന്ന് വിളിക്കും. അതിവൾക്ക് സഹിക്കാൻ പറ്റില്ല. ദേ, നീ കാര്യങ്ങൾ അറിയാതെ എങ്ങനെ എടുത്തു ചാടരുത്. കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ എടുത്തു ചാടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകണം മോളെ. കൊണ്ടുപോകണം ചെറിയച്ഛൻ. എടി, നീ എന്ത് ധിക്കാരോടെ ഈ പറയുന്നേ? അല്ല, അമ്മയെ അപ്പൊക്കെ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? മോളെ, അംബിക മേഡം പറയുന്നത് കേക്ക്. അംബിക അമ്മായി പറയുന്നത് തൽക്കാലം എനിക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പു, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ?